വെൽക്കം ബാക്ക് എവറി വൺ. അപ്പം ഈ ലെക്ചറിൽ നമ്മൾക്ക് റെസ്പോൺസ് സ്പെക്ട്രം മെത്തേഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു സീസ്മിക് ലോഡ് എസ്റ്റിമേഷൻ നടത്തുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിലെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സെയിം പ്രോബ്ലം ആസ് വി ഡിസ്കസ്ഡ് ഫോർ ഈക്വലന്റ് സ്റ്റാറ്റിക് മെത്തേഡ്. പക്ഷേ വി ഹാവ് ടു പെർഫോം റെസ്പോൺസ് സ്പെക്ട്രം അനാലിസിസ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റെസ്പോൺസ് സ്പെക്ട്രം അനാലിസിസ് ചെയ്യാൻ നമുക്ക് വേണ്ട പ്രൈമറി ഇൻപുട്ട് പാരാമീറ്റർ എന്ന് പറയുന്നത് മോഡ് ഷേപ്പ് അല്ലെങ്കിൽ മോഡൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. എന്ന് വെച്ചാൽ മോഡൽ ഷേപ്പ് വെക്ടേഴ്സും വേണം, അതുപോലെ തന്നെ ടൈം പീരിയഡ് ഓഫ് വൈബ്രേഷനും വേണം. ഇത് നമ്മൾ ഒരു ഫ്രീ വൈബ്രേഷൻ അനാലിസിസിലൂടെയാണ് ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ ഫ്രീ വൈബ്രേഷൻ അനാലിസിസ് നടത്തുമ്പോൾ ഇഫ് യു ആർ പെർഫോമിംഗ് ഫ്രീ വൈബ്രേഷൻ അനാലിസിസ് ഇൻ ദി എക്സ് ഡയറക്ഷൻ, നമ്മൾക്ക് ലഭിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് മോഡ് ഷേപ്പ് വെക്ടേഴ്സ് ഇൻ ദി എക്സ് ഡയറക്ഷൻ as well as time period of vibration in the x direction. ഇതേപോലെ y ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ വൈബ്രേഷൻ അനാലിസിസ് ചെയ്യണം. y ഡയറക്ഷനിലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ഇനി ചില കേസുകളിൽ കോളത്തിന്റെ ഡയമെൻഷൻസ് എക്സ് ഡയറക്ഷനും y ഡയറക്ഷനിലും സെയിം ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ സ്ക്വയർ കോളംസ് ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ വെൻ വി ആർ യൂസിങ് സ്ക്വയർ കോളംസ്, ഈ ഫ്രീ വൈബ്രേഷൻ അനാലിസിസിന്റെ റിസൾട്ട് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെയിം ആയിട്ട് തന്നെ കിട്ടും. അപ്പം അത്തരം കേസുകളിൽ നമ്മൾ ഒരൊറ്റ ഫ്രീ വൈബ്രേഷൻ അനാലിസിസ് നടത്തിയാൽ മതി ഫോർ ദി ഹോൾ ബിൽഡിംഗ്. എനിവേ, ഫോർ ദി ഗിവൺ കേസ് ഇറ്റ് വിൽ ബി എക്സ്പ്ലിസിറ്റ്ലി സെഡ് ഇൻ ദ ക്വസ്റ്റ്യൻ വെദർ ഇറ്റ് ഈസ് ദി മോഡൽ പ്രോപ്പർട്ടി ഫോർ വൈബ്രേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ ഓർ വൈ ഡയറക്ഷൻ. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വി ക്യാൻ സേഫ്ലി അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് common for both the x and y direction. In this question, it is explicitly said that the given mode properties are related to the x direction. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ കണ്ടെത്താൻ പോകുന്നത് എക്സ് ഡയറക്ഷനിലുള്ള എർത്ത് ലോഡ് എസ്റ്റിമേഷൻ ആണ് യൂസിങ് റെസ്പോൺസ് സ്പെക്ട്രം മെത്തേഡ്. അപ്പം അതിനായിട്ട് നമ്മൾക്ക് പ്രൈമറി ആയിട്ട് ഓരോ മോഡിനും ആദ്യം ചെയ്യേണ്ടത്, നമ്മൾക്ക് ഓരോ മോഡിനും ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോർമുല, നമ്മൾ നേരത്തെ കഴിഞ്ഞ ലെക്ചറിൽ കണ്ട ഈ ഫോർമുല ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് എന്ത് ചെയ്യണം? കണ്ടെത്താം. അപ്പം അതിനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഒരു ടാബുലാർ ഫോമിലൂടെയാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർ മോഡ് 1. So for mode 1, what we will do is we will make a tabular form like this. ഈ ടാബുലർ ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അപ്പം ഫോർ എക്സാമ്പിൾ മോഡൽ മാസ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ അതിന്റെ ഫോർമുലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് W ഉണ്ട്, അതുപോലെ തന്നെ ഫൈ ഉണ്ട്. ഇനി എത്ര സ്റ്റോറിയാണുള്ളത്? എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് നമുക്കുള്ളത്? നമുക്ക് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണുള്ളത്. അപ്പം ആദ്യമേ ലെവൽ എന്ന് പറയുന്ന ഒരു കോളം, അതിൽ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം. കറസ്പോണ്ടിങ് ആയിട്ട് നെക്സ്റ്റ് നമുക്ക് വേണ്ട W. ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലെയും സൈസ്മിക് വെയിറ്റ് നമുക്കറിയാം. W1 എന്ന് പറയുന്നത് 4788 ആയിരുന്നു, W2 എന്ന് പറഞ്ഞാൽ 5427 ആയിരുന്നു, W3 എന്ന് പറയുന്നത് 4608 ആയിരുന്നു. അപ്പം അതിവിടെ എഴുതുന്നു. ഇവിടെ ബ്രാക്കറ്റിൽ നമ്മൾ കിലോ ന്യൂട്ടൺ എഴുതണം, യൂണിറ്റ് എഴുതണം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മോഡ് 1 ആണ്. അപ്പം മോഡ് 1 അസോസിയേറ്റഡ് ആയിട്ടുള്ള മോഡ് ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എൻ്റർ ചെയ്യണം. അത് we can get from the first column of the mode shape matrix. അപ്പോൾ first column of the mode shape matrix എന്ന് പറഞ്ഞാൽ എന്താ? It is the mode shape of the first mode. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എൻ്റർ ചെയ്യണം. So let us enter that here. ഫസ്റ്റ് കോളത്തിൽ വരുന്നത് -0.0209, അതാണ് ഫസ്റ്റ് എൻട്രി. സെക്കൻഡ് എൻട്രി ആയിട്ട് വരുന്നത് -0.0265. തേർഡ് എൻട്രി ആയിട്ട് വരുന്നത് -0.0291. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് മോഡ് ഷേപ്പ് പ്രോപ്പർട്ടീസ്. ഇനി അടുത്തത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ W × 5a ഉണ്ട്, അതിന്റെ സം വേണം, അതിന്റെ ടോട്ടൽ ഒരു സ്ക്വയറും വേണം. അതേപോലെ W × 5i സ്ക്വയറും ഉണ്ട്. സോ പ്രിഫറബിളി വാട്ട് വി ക്യാൻ ഡു ഇസ് ഈ കാൽക്കുലേഷൻ നമുക്ക് ടാബുലാർ ഫോർമാറ്റിൽ ഇവിടെ ചെയ്യാം. സോ ഇഫ് യു ട്രൈ ടു കാൽക്കുലേറ്റ് ദിസ്, W × 5i നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
4788 multiplied by minus 0.0209. So this value is minus 100.06. So minus 100.06. അതേ വാല്യൂവിനെ നമ്മൾ ഒന്നുകൂടി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എൻട്രി കിട്ടും. അപ്പം ഇൻറ്റു minus 0.0209. So this column we will get 2.0914. ഇനി നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 5427 multiplied by minus 0.0265. So we will get it as minus 143.81. നെക്സ്റ്റ് കോളം കിട്ടാനായിട്ട് ഒന്നുകൂടി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൈനസ് 0.0265. We will get it as 3.811. And last entry എന്ന് പറയുന്നത് 4608 multiplied by minus 0.291. So ആ വാല്യൂ നമുക്ക് minus 134.09 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് എൻട്രി കിട്ടാനായിട്ട് ഒന്നുകൂടി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇൻറ്റു മൈനസ് 0.291. So we will get it as 3.9021. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇതിന്റെ ഒരു സം ആണ് വേണ്ടത്. സോ minus 100.06 plus minus 143.81 plus minus 134.09. So we will get it as minus 377.96. അതേപോലെ നെക്സ്റ്റ് കോളത്തിൽ എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9.804 എന്ന് കിട്ടും. So what we have now done is W5 ന്റെ സം നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ W5 സ്ക്വയറിന്റെയും സം നമ്മൾ കണ്ടുപിടിച്ചു. Now what we have to do is we have to calculate M1. അപ്പോൾ M1 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? M1 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ M1 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് M1 is equal to ഇവിടെ തന്നേക്കുന്ന ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ സിഗ്മ WI5I ദ ഹോൾ സ്ക്വയർ. അപ്പം അത് നമുക്ക് സിഗ്മ WI5I ആണ് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ. സോ മൈനസ് 377.96 the whole square divided by G എന്ന് പറഞ്ഞാൽ 9.81 multiplied by WI5I square. So sigma WI5I square ആണ് 9.804. So 9.804. So if we calculate this, so minus 377.96 the whole square divided by 9.81, 9.804. So നമ്മൾക്ക് വാല്യൂ ആയിട്ട് കിട്ടുന്നത്, we will get the value as 1443.5. So ഈ വാല്യൂ we will be getting as
1443.5. So this entry will be in kilogram. ഇത് കിലോഗ്രാമിലായിരിക്കും. kg. ഇത് kgയിലായിരിക്കും. So 1443.5 kilogram. ഇതേപോലെ in a similar way we can also calculate P1. ഇനി P1 കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് we have to calculate the next formula. അപ്പൊ ആ ഫോർമുല എന്ന് പറയുന്നത് എങ്ങനെയാ? P1 is equal to sigma wi phi ik. So ആ വാല്യൂ എന്ന് പറയുന്നത് -377.96 ആണ്. Divided by sigma wi phi ik square. So that is 9.804. So we will get this value as -377.96 divided by 9.804. So that is -38.55. So we can put this value as -38.55. -38.55. അപ്പം ഇതാണ് M1 ഉം P1 ഉം. So this is the first step in the analysis. For mode 1 we have calculated M1 and P1. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേജിലെയും ഡിസൈൻ ലാറ്ററൽ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് നമുക്ക് ഓരോ മോഡിന്റെയും ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ കോഎഫിഷ്യന്റ്, ദാറ്റ് മീൻസ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ നമുക്ക് മോഡ് 1ന്റെ P1 അറിയാം, അതേപോലെ ഫൈ നമുക്കറിയാം. പക്ഷെ നമുക്ക് എന്ത് വേണം? A1 കൂടെ വേണം. ആ മോഡിന്റെ ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ കോഎഫിഷ്യന്റ് വേണം. അപ്പം അത് കണ്ടെത്താനായിട്ട് നമ്മൾക്ക് നമുക്കറിയാം AH കണ്ടുപിടിക്കുന്ന എങ്ങനെ? Z/2 into I/R into SA/G. അപ്പം AH കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? SA/G വേണം. അപ്പം SA/G ഫോർ മോഡ് 1ന്റെ എക്സ് ഡയറക്ഷൻ കണ്ടെത്തണമെങ്കിൽ നമുക്കറിയാം SA/G കണ്ടെത്തുന്നത് ടൈം പീരീഡിന്റെ ബേസിസിലാണ്. അപ്പം മോഡ് 1ന്റെ ടൈം പീരീഡ് നമ്മൾക്കറിയണം. അത് നമ്മൾക്ക് ഓൾറെഡി ഇൻപുട്ട് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ടൈം പീരീഡ് ഫോർ ഫ്രീ വൈബ്രേഷൻ. ഇതിൽ ഫസ്റ്റ് വാല്യൂ മോഡ് 1ന്റെ ആണ്, സെക്കൻഡ് വാല്യൂ മോഡ് 2ന്റെ ആണ്, തേർഡ് വാല്യൂ മോഡ് 3യുടേതാണ്. അപ്പം ടൈം പീരീഡ് 0.72 കറസ്പോണ്ടിങ് ആയിട്ടുള്ള SA/G കണ്ടെത്തണം. അതിനായിട്ട് നമ്മൾക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ പേജ് 9ൽ ഈ റെസ്പോൺസ് സ്പെക്ട്രത്തിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിൽ റെസ്പോൺസ് സ്പെക്ട്രം മെത്തേഡിന് ഉപയോഗിക്കേണ്ട വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആയിട്ടുണ്ട്. അപ്പം ആ ടേബിളിലേക്ക് പോവുക. അവിടെ നമ്മൾ മീഡിയം സ്റ്റിഫ് സോയിലാണ്. ടൈം പീരീഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മളുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 0.72 ആണ്. 0.72 എന്ന് പറയുമ്പോൾ അത് ഈ രണ്ടാമത്തെ ബാൻഡിലാണ് 0.72 വരുന്നത്. 0.72 will be coming for this one, that is 1.36 divided by t. അതാണ് SA/G യുടെ വാല്യൂ 0.72 കറസ്പോണ്ടിങ് ആയിട്ട്. സോ 1.36 divided by t അത് നമ്മൾ ഇവിടെ ചെയ്യണം. സോ ഇഫ് we try to calculate SA/G, so AH1 SA/G എന്ന് പറയുന്നത് 1.36 divided by t. t എന്ന് പറഞ്ഞാൽ 0.72 ആണ്. സോ 1.36 divided by 0.72 നമ്മൾക്ക് ഏകദേശം ആ വാല്യൂ 1.92 എന്ന് കിട്ടും. സോ ദിസ് വാല്യൂ ഫോർ SA/G is 1.92. അപ്പം SA/G യുടെ വാല്യൂ അറിയാമെങ്കിൽ ഇനി AH എന്ന് പറഞ്ഞാൽ എന്താ? Z/2 into I/R into SA/G. സോ Z വാല്യൂ നമുക്ക് നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് അറിയാം 0.1 ആണ്.
divided by 2 into ഐയുടെ വാല്യൂ 1.2 ആണ് പബ്ലിക് ബിൽഡിംഗ് ആൻഡ് ആറിന്റെ വാല്യൂ 5 ആണ് ഇൻറ്റു 1.92. ഈ വാല്യൂ നമ്മൾക്ക് എച്ചിന്റെ വാല്യൂ we will get it as for mode 1 0.023 എന്ന് കിട്ടും. Now ന്റെ വാല്യൂ അറിയാമെങ്കിൽ ഇനി ക്യൂവിന്റെ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോർ മോഡ് 1 നമുക്ക് എ അറിയാം, ഫൈ അറിയാം, പി യു അറിയാം, ഡബ്ല്യു അറിയാം. സോ ഓൾ ദ ടേംസ് ആർ നോൺ. വി ക്യാൻ കാൽക്കുലേറ്റ് നൗ ക്യൂ. ദാറ്റ് ഈസ് മോഡ് 1ൽ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും ആക്ട് ചെയ്യുന്ന എർത്ത് ഫോഴ്സ് എത്രയാണ്. സോ ഇവിടെ ഓൾറെഡി ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഫൈ എൻട്രി ചെയ്യണം. ഫൈ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മോഡ് 1 ആണ്. അപ്പോൾ മോഡ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5 വാല്യൂസ് എൻട്രി ചെയ്യണം. സോ നേരത്തെ ടേബിളിൽ എൻട്രി ചെയ്തേക്കുന്ന അതേ വാല്യൂസ് തന്നെയാണ്. മൈനസ് 0.0209. നെക്സ്റ്റ് ടേം ഇസ് minus 0.0265 and next one is minus 0.0291. അപ്പോൾ ഇത്രയും ടേംസ് ആണ് നമുക്കുള്ളത്. നൗ പിയുടെ വാല്യൂ P1 എന്ന് പറയുന്നത് മോഡ് 1ന് ഒരൊറ്റ P1 വാല്യൂ മാത്രമേ ഉള്ളൂ. ആ P1 വാല്യൂ എന്ന് പറയുന്നത് -38.55 ആണ്. സോ -38.55. സോ ഐ എം ഇഗ്നോറിംഗ് ദ ഡെസിമൽ ഫോർ ദ ടൈം ബീയിങ്. അടുത്തത് M1. M1ഉം മോഡ് 1ന് ഒരൊറ്റ M1 വാല്യൂ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ മോഡൽ മാസ് മാത്രമേ ഉള്ളൂ മോഡ് 1ന്. ദാറ്റ് ഈസ് 1443.5. ഇത് കിലോഗ്രാമിലാണ്. Now AH1 value. AH1 value mode 1ന് ഒരൊറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ. That is 0.023. അപ്പോൾ ആ വാല്യൂ എൻറ്റർ ചെയ്തു. Now what we have to do is we have to calculate Q1 for Q corresponding to each of the degree of freedom. So for the first degree of freedom നമ്മൾ എങ്ങനെയാണ് Q കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് Q കാൽക്കുലേറ്റ് ചെയ്യുന്നത് we can do one sample calculation we can do. So Q11 is equal to ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 കോളം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മളുടെ ഇക്വേഷനിൽ വരുന്ന ടേംസ് എന്ന് പറഞ്ഞാൽ എ ഉണ്ട്, ഫൈ ഉണ്ട്, പി ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. സോ ഫസ്റ്റ് ടേം ഇസ് ഡബ്ല്യു. സോ ദാറ്റ് ഈസ് 4788 multiplied by 5 ഉണ്ട്. So that is minus 0.0209 multiplied by ഇനിയുള്ളത് നെക്സ്റ്റ് ടേം ഇസ് W കഴിഞ്ഞു, 5 കഴിഞ്ഞു. നെക്സ്റ്റ് ടേം ഇസ് P. So that is minus 38 multiplied by നെക്സ്റ്റ് ടേം ഇസ് AH, that is 0.023. So if we calculate the value of Q11, 4788 multiplied by minus 0.0209 multiplied by minus 38 multiplied by 0.023, we will get it as 87.46. So depending on the decimals you are taking, there will be slight change in the values. So for the time being, we will approximate this value to 85.2 kilonewton. Okay, so this is the value we are going to get. So there may be slight error in the calculations depending on the decimal points that you are considering. For the time we will take it as this value. So we will be getting the value to be entered here as 85.2 kilonewton. So all the forces are in kilonewton. Similarly, if we go for the similar calculations, so here again A
phi, p and w has to be multiplied. That is 5427 multiplied by minus 0.0265 multiplied by minus 38 multiplied by minus 38 and uh, ah. So we will be getting the value of q. That means you can ignore this m1 is not essential in this equation. So m1 can be deleted. This particular table is not necessary. This particular column is not necessary. So let us delete this column. So only this much is required. So if we multiply these four, we will be getting the value as 121.96. Similarly, the next one we will be getting as 114.06. So these are the Q1 values we are getting. Now, next step is we need to calculate the story shear corresponding to each degree of freedom. So here, instead of going by the formulae, it will be better if we can try to do this by the physical understanding. So what we have obtained right now is this is what we have obtained right now. So we have a system. So here this is the level 1, this is level 2 and this is level 3. So the forces we have obtained is corresponding to level 3, the force we have obtained is 114.06 and corresponding to level 2 we have obtained 121.96 and for level 3 and for level 1 we have obtained 85.2. Now what we have to do is we have to calculate the story shear. So how do we calculate the story shear? So the story shear in the third story will be 114.06. So this will be 114.06. Next story it is going to be sum of the forces above story 2. So that will be 114.06 plus 121.96. So 114.06 plus 121.96. So that value will be 236.06. So this here it will be 236.06. And when you come to the base, the story shear will be plus the next force also has to be added. So plus 85.2. So we will be getting the value as 321 kilonewton. So in the same thing can be done using the tabular form also. Or you can directly enter the values that you are getting in the tabular form directly. So here if you look at the third level we are getting 114.06. In the next one we are going to get sum of these two. Sum of 3 and 2 has to be written here, that is 236.06, and on the top we require the sum of all the three, so that is 321 kilonewton, let us say 0.05. So this is how we calculate the story shear. So this is the calculation for one single mode. In a similar way, we have to do the calculations for mode 2 as well as mode 3. Let us try to do the calculations for mode 2 and mode 3. Again, to do the calculation for mode 2, we require the mode shape vector for mode 2. So that will be, we will be getting from the second column of the mode shape matrix. So if we look into the second column of the mode shape matrix, and also we require the time period for the second mode, that is 0.20 seconds.
So first let us enter this for mode 2. Again the same columns have to be reproduced. Again, how do we try to develop this column? How do we know what has to be written here? First one corresponds to degree of freedom. Second one corresponds to the weight W. All are terms which are available in these equations. ഈ equationsൽ ആവശ്യമായിട്ടുള്ള terms ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? Enter ചെയ്യുന്നത്. So, enter ചെയ്ത് നോക്കാം. 0.0336 അതാണ് ഫസ്റ്റ് എൻട്രി. സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് 0.0050. തേർഡ് എൻട്രി മൈനസ് 0.0304. ഇതാണ് തേർഡ് എൻട്രി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾക്ക് WI 5i കണ്ടെത്തണം. അപ്പൊ അതിനായിട്ട് 4788 ഇൻറ്റു 0.0336 160.87 എന്നാണ് കിട്ടുന്നത്. എഗെയിൻ ഇതിനെ ഒന്നുകൂടെ 0.0336 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5.4 എന്ന് കിട്ടും. 5.40. രണ്ടാമത്തത് 5427 മൾട്ടിപ്ലൈഡ് ബൈ 0.005 27.13 ആണ്. ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? 0.005 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 0.135. Again 4608 multiplied by minus 0.0304. So we will get it as minus 140.08. Once again we have to multiply it by minus 0.0304. We will get it as 4.25. So total എടുക്കുകയാണെങ്കിൽ 160.87 plus 27.13 minus 140.08 47.92. ഇതിന്റെ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 5.40 plus 0.135 plus 4.25 9.78 എന്ന് കിട്ടും. So M2 ന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ again we have to apply the equation. M2 ന്റെ equation എന്ന് പറയുന്നത് sigma wi 5i the whole square, that is 47.92 അതിന്റെ whole square divided by 9.81 into sigma w 5 square. അപ്പോൾ അത് 9.785. So ഈ M2 ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 23.3 എന്ന് കിട്ടും. So this value is 23.3. ഇത് കിലോഗ്രാമിലാണ്, കാര്യം അത് മാസാണ്. Next is P2. P2 in a similar fashion നമ്മൾക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P2 കണ്ടെത്താൻ പറ്റും. So P2 കണ്ടെത്തുന്നതും once again I will show. P2 is equal to, from the equation, sigma wi 5k divided by sigma wi 5a square, that is 9.785 divided by 47.92. ആ വാല്യൂ നമ്മൾക്ക് 4. Let me see. തിരിച്ചാണ്, ഇൻവേഴ്സ് ആയിട്ടായിരിക്കും വരുന്നത്. 47.92 divided by 9.785 എന്ന് വരും. വാല്യൂ we will get it as 4.9 എന്ന് കിട്ടും. ആ വാല്യൂ 4.9.
സോ നൗ ഈ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. ദാറ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദി ക്യൂ വാല്യൂസ്. അപ്പം ക്യൂ കണ്ടെത്താൻ അഗെയിൻ ഈ എമ്മിന്റെ ആവശ്യം ഇക്വേഷനിലില്ല. സോ ഐ വിൽ ഡിലീറ്റ് ദാറ്റ് കോളം. ഇതാണ് വേണ്ടത്. അപ്പം AH2 വേണം. ഇവിടെ ടൈം പീരീഡ് ഓഫ് ദ സെക്കൻഡ് മോഡ് എന്ന് പറയുന്നത് 0.2 ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടു. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇക്വേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 0.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SA/G വാല്യൂ എന്ന് പറയുന്നത് 2.5 ആണ്. സോ 2.5. നൗ വി ക്യാൻ കാൽക്കുലേറ്റ് AH. AH എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സ്റ്റാറ്റിക് അനാലിസിൽ ചെയ്തത് ഓർമ്മയുണ്ടെങ്കിൽ അറിയാം. അവിടെ നമ്മൾക്ക് SA/G 2.5 ആയിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള AH വാല്യൂ എന്ന് പറയുന്നത് 0.03 ആയിരുന്നു. So I will take that value directly. You can calculate it by applying Z/2 into I/R into SA/G. 0.03 എന്ന് കിട്ടും. ഇനി നമുക്ക് 5 വാല്യൂസ് എൻ്റർ ചെയ്യണം. 5 വാല്യൂ എന്ന് പറയുന്നത് മേളത്തെ ടേബിളിലുണ്ട്. 0.0336, അതേപോലെ 0.0050 ആൻഡ് മൈനസ് 0.0304. ഇനി P2 വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ കണ്ടെത്തി 4.9. അതേപോലെ AH2 വാല്യൂ കണ്ടെത്തി 0.03. ഇനി Q കണ്ടെത്താൻ കറസ്പോണ്ടിങ് കോളംസ് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് Q വാല്യൂസ് ആയിട്ട് കിട്ടുന്നത്, ഫസ്റ്റ് വാല്യൂ വിൽ ബി 23, സെക്കൻഡ് വാല്യൂ വിൽ ബി 3.9 ആൻഡ് തേർഡ് വാല്യൂ വിൽ ബി -20. സോ ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന വാല്യൂസ്. ഇനി നമ്മൾക്ക് സ്റ്റോറി ഷിയർ കണ്ടെത്തണം. അപ്പൊ സ്റ്റോറി ഷിയർ കണ്ടെത്താൻ ആകെ ചെയ്യേണ്ടത്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ സ്റ്റോറി ഷിയർ കണ്ടെത്തുന്നത്? സോ സ്റ്റോറി ഷിയർ കണ്ടെത്താൻ ഫസ്റ്റ് ടേം വിൽ ബി -20. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മേളത്തെ ടേം കിട്ടും. സോ ദാറ്റ് വിൽ ബി -16.1. സോ -16.1. ഇനി ഇത് മൂന്ന് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ടോപ്പിലെ വാല്യൂ കിട്ടും. സോ ദാറ്റ് വാല്യൂ വിൽ ബി 6.9. സോ ഇങ്ങനെയാണ് നമ്മൾ വാല്യൂസ് കണ്ടെത്തുന്നത്. സോ -20, സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ സം ആയിരിക്കും. തേർഡ് എന്ന് പറയുന്നത് ഈ മൂന്ന് കോളത്തിന്റെയും കൂടെ സം ആയിരിക്കും തേർഡ് എൻട്രി ആയിട്ട് വരുന്നത്. സോ ഇങ്ങനെയാണ് സ്റ്റോറി ഷിയർ കണ്ടെത്തുന്നത്. ഇത് ഫസ്റ്റ് മോഡിൽ ഇത് കൃത്യമായിട്ട് ഫിസിക്കലി നമ്മൾക്ക് ഡയഗ്രാം വരച്ച് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇൻ എ സിമിലർ വേ വി ഹാവ് ടു ഡു കാൽക്കുലേഷൻസ് ഫോർ മോഡ് 3 ഓൾസോ. അപ്പോൾ മോഡ് 3യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാൽക്കുലേഷൻ ഇവിടെ കാണിക്കുന്നില്ല. പകരം I will write down the values. You can try and find out the values. So corresponding to mode 3, we will get this value as 1.8 kilogram. And P3 value എന്ന് പറയുന്നത് നമുക്ക് -1.3 എന്ന് കിട്ടും. SA/G again അത് 2.5 ആയിരിക്കും. അതുകൊണ്ട് തന്നെ AH വാല്യൂ 0.03 ആണ്. ഇനി ഈ കോളംസ് എല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഫിൽ ചെയ്യണം. ഇവിടെ M3യുടെ കോളത്തിന്റെ ആവശ്യമില്ല, അത് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് Q3 വാല്യൂസ് ആയിട്ട് കിട്ടാൻ പോകുന്നത് ഫസ്റ്റ് ടേം 4.16 ആയിരിക്കും, സെക്കൻഡ് ടേം -7.05 and third one will be 3.42. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോറി ഷിയർ വാല്യൂസ് 3.42. ഇനി അത് രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് -3.64. ഏറ്റവും ടോപ്പിൽ മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 0.53. അപ്പൊ ഇത്രയാണ് സ്റ്റോറി ഷിയർ വാല്യൂസ്. ഇനി
അപ്പം നിലവിലുള്ള അനാലിസിസ് വഴി നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ദി എൻഡ് റിസൾട്ട്സ് ഓഫ് ഈച്ചും ഓരോ മോഡിലും നമ്മൾ ഇതുവരെ ചെയ്ത കാൽക്കുലേഷൻസിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഈ വാല്യൂസ് ആണ്. സ്റ്റോറി ഷിയർ കറസ്പോണ്ടിങ് ടു the 3 degrees of freedom for each mode of vibration. അപ്പോൾ ഓരോ വൈബ്രേഷൻ മോഡിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സ്റ്റോറി ഷിയർ വാല്യൂസ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ വാല്യൂസ്. Now ഇനി നമ്മൾക്ക് വേണ്ടത്, അപ്പൊ 3 മോഡിന്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റോറി ഷിയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾക്ക് വേണ്ടത് സ്ട്രക്ചറിന് ആസ് എ ഹോൾ സ്റ്റോറി ഷിയർ കണ്ടെത്തണം. അപ്പം അതിനായിട്ട് നമ്മൾക്ക് വേണ്ടത് response of the structure is a combination of response of each of the modes. Response of a structure is a combination of the response of each of the modes. അവിടെ നമ്മൾ മോഡൽ കോമ്പിനേഷൻ റൂൾസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ one of the model combination rules is square root of sum of squares method. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് സം ഓഫ് സ്ക്വയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നെറ്റ് ഫോർ ദി സ്റ്റോറി, ഇതാണ് സ്റ്റോറിയുടെ റെസ്പോൺസ്. നെറ്റ് v1 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു, ഫോർ എക്സാമ്പിൾ നെറ്റ് v1 വിൽ ബി ഈക്വൽ ടു square root of v1 in mode 1 plus v1 in mode 2 plus v1 in mode 3. അപ്പോൾ ഓരോ മോഡിലെയും v1 ന്റെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? നെറ്റ് v1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോറി റെസ്പോൺസ് ഓഫ് ദി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി സം ഓഫ് ദി square root of the sum of the squares. SRSS എന്ന് പറയും. സ്ക്വയർ റൂട്ട് ഓഫ് സം ഓഫ് സ്ക്വയർസ്. അപ്പൊ ഇതാണ് സം ഓഫ് സ്ക്വയർസ്, അതിന്റെ സ്ക്വയർ റൂട്ട് ആണ് ഇത്. അപ്പം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ v1 കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ പറയാം. v1 will be equal to square root of ആദ്യത്തത് 321 ആണ്. സോ ഫസ്റ്റ് ടേം ഇസ് 321.25 സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 23 ആണ്. അല്ല, 23 അല്ല, 6.57 ആണ്. സോ 6.57 സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 0.53 സ്ക്വയർ ആണ്. So if we apply this, we will be getting 321.25 square plus 6.57 square plus 0.53 square. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ we will get it as 312.31. അപ്പം 312.31 എന്നാണ് ഈ വാല്യൂ നമ്മൾക്ക് വരുന്നത്. So let us take this value as 312.21. ഇതേപോലെ അടുത്ത വാല്യൂസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 237 kilonewton എന്ന നെക്സ്റ്റ് വാല്യൂ കിട്ടും. And next value we will get it as 116 kilonewton.
അപ്പം ഇവിടെ നമ്മൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾക്ക് ബേസ് ഷിയർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് 312.21 കിലോന്യൂട്ടൺ ആണ് ബേസ് ഷിയർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈക്വലന്റ് സ്റ്റാറ്റിക് മെത്തേഡ് വഴി നമ്മൾക്ക് കിട്ടിയ ബേസ് ഷിയർ 445 കിലോന്യൂട്ടൺ ആണ്. അപ്പോൾ കോഡ് പറയുന്നത് റെസ്പോൺസ് സ്പെക്ട്രത്തിൽ കിട്ടുന്ന ബേസ് ഷിയർ ഈക്വലന്റ് സ്റ്റാറ്റിക് മെത്തേഡ് വഴി കിട്ടുന്ന ബേസ് ഷിയറിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ ആ സ്റ്റോറി ഷിയറിനെല്ലാം സ്കെയിൽ ചെയ്യണം. സോ സ്കെയിൽ ഫാക്ടർ ആയിട്ട് നമുക്ക് ഈക്വലന്റ് സ്റ്റാറ്റിക്കിൽ കിട്ടുന്ന ബേസ് ഷിയർ ഡിവൈഡഡ് ബൈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബേസ് ഷിയർ. സോ സ്കെയിൽ ഫാക്ടർ വാല്യൂ എന്ന് പറയുന്നത് 445 ഡിവൈഡഡ് ബൈ 312.21 ആണ്. ലെറ്റ് us say 1.425 ആണ് സ്കെയിൽ ഫാക്ടർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഈ 1.425 കൊണ്ട് ഈ ഓരോ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 312.21 ഇൻറ്റു 1.425 നമ്മൾക്ക് ഈ വാല്യൂ 445 എന്ന് കിട്ടും. അതേപോലെ നെക്സ്റ്റ് വാല്യൂ 237 ഇൻറ്റു 1.425 കൊടുത്താൽ we will get it as 337.72. Let me take it as 338 for the time being. And next value 116 into 1.425. We will get it as 165. So 165 kilonewton. അപ്പോൾ ഇതാണ് മോഡിഫൈഡ് സ്റ്റോറി ഷിയർ. നൗ ഈ സ്റ്റോറി ഷിയറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? We have to calculate the earthquake load acting at each of the floors. So for example, ഈ സ്റ്റോറി ഷിയർ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കുള്ള സ്റ്റോറി ഷിയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾക്ക് ഇപ്പോൾ സ്റ്റോറി ഷിയർ ഡിസ്ട്രിബ്യൂഷൻ, that is we have 445 here and we have 338 here and we have 165 here. So the corresponding ആയിട്ടുള്ള സ്റ്റോറി ഫോഴ്സസ് എന്ന് പറയുന്നത്, so here we will be having this will be 165. The value we are going to have here will be 338 minus 165. So 338 minus 165, that is 173. So here we will be having 173. And at this level we will be having 445 minus 338. We will get it as 107. So this is the vertical load distribution as per response spectrum method. അപ്പം ഇതിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ it is not exactly inverted triangular. നമ്മൾ ഈക്വലന്റ് സ്റ്റാറ്റിക് മെത്തേഡ് വഴി നോക്കിയപ്പോൾ ഒരു പെർഫെക്റ്റ് ഇൻവേർട്ടഡ് ട്രയാങ്കുലർ പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയത്. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്കും ആ പാറ്റേണിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതാണ് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ആസ് പെർ റെസ്പോൺസ് സ്പെക്ട്രം മെത്തേഡ്. അപ്പൊ ഇങ്ങനെയാണ് റെസ്പോൺസ് സ്പെക്ട്രം അനാലിസിസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മളുടെ മോഡൽ പാർട്ടിസിപ്പേഷൻ ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ മോഡൽ മാസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡിൽ തന്നെ ഏകദേശം 90%, 85% ഓഫ് വെർ ഇസ് മോഡൽ മാസ് 1, M1 എന്ന് പറയുന്നത് ഏകദേശം 90% ഓഫ് ദ വെയിറ്റ് ഇസ് കമ്മിങ് ഇൻ മോഡ് 1. സോ ഇഫ് മോർ ദാൻ 90% ഓഫ് ദ വെയിറ്റ് ഇസ് കമ്മിങ് ഇൻ മോഡ് 1, അല്ലെങ്കിൽ ലെറ്റ് us say 10 മോഡുള്ള ഒരു സ്ട്രക്ചർ ആണ്, അതിൽ 3 മോഡ് കൺസിഡർ ചെയ്തപ്പോൾ തന്നെ 90% ഓഫ് ദി മോഡൽ മാസ് വരുന്നുണ്ടെങ്കിൽ ആ 3 മോഡ് മാത്രം കൺസിഡർ ചെയ്താൽ വി വിൽ ഗെറ്റ് റിലേറ്റീവ്ലി ആക്യുറേറ്റ് റിസൾട്ട്സ്. അതാണ് ആസ് പെർ ദ കോഡ് പറയുന്നത്. ദാറ്റ് മീൻസ് ഫോർ എഫക്റ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ ഫോർ റിലയബിൾ റിസൾട്ട്സ് വി റിക്വയർ ടു കൺസിഡർ ദാറ്റ് മച്ച് നമ്പർ ഓഫ് മോഡ്സ് such that the total model contribution of the modes considered is at least 90%. അപ്പം 90% മോഡൽ മാസ്
എത്ര മോഡ് കൺസിഡർ ചെയ്യുമ്പോഴാണോ കിട്ടുന്നത് അത്രയും കൺസിഡർ ചെയ്താൽ തന്നെ റിലയബിൾ ആയിട്ടുള്ള അനാലിസിസ് റിസൾട്ട്സ് കിട്ടും. അതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തത്, പലതരത്തിലുള്ള മോഡൽ കോമ്പിനേഷൻ റൂൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത് സ്ക്വയർ റൂട്ട് ഓഫ് സം ഓഫ് സ്ക്വയർസ് മാത്രമാണ്. ഇനി മറ്റൊരു മോഡൽ കോമ്പിനേഷൻ റൂൾ ആയിട്ടുള്ളത് ക്യൂബിക് ക്വാഡ്രാറ്റിക് കോമ്പിനേഷൻ റൂളാണ്. അപ്പം അതുപോലെ തന്നെ സിമ്പിൾ അരിത്തമെറ്റിക് സമ്മും അവൈലബിൾ ആണ്. അപ്പോൾ ആ മോഡൽ കോമ്പിനേഷൻ റൂൾസിനെയൊക്കെ കുറിച്ച് നമ്മൾക്ക് മറ്റൊരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ അത് ഉപയോഗിച്ചുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും മറ്റൊരു ലെക്ചറിൽ നമ്മൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പം ഇതാണ് ബേസിക്കലി റെസ്പോൺസ് സ്പെക്ട്രം മെത്തേഡിനെ സംബന്ധിച്ച് ഉള്ളത്. ഇത് ഒരു മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ വ്യക്തമായിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.